ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി നൽകിയിട്ടുള്ള മാർഗരേഖ നമ്മുടെ സംസ്ഥാനത്ത് ഫലപ്രദമായി നടപ്പിലാക്കാൻ സർക്കാർ മുന്നോട്ട് വരണമെന്ന് ഈ സമയത്ത് ആവശ്യപ്പെടുന്നു. സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനും വർഗീയ ധ്രുവീകരണമുണ്ടാക്കാനും ശ്രമിക്കുന്നവർക്കെതിരെ സമൂഹം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കേരളത്തിൻ്റെ സൗഹൃദ പാരമ്പര്യം പ്രചരിപ്പിച്ചുകൊണ്ട് വിദ്വേഷ പ്രചാരണങ്ങളുടെ നിജസ്ഥിതി വിശദീകരിച്ചുകൊണ്ടും SKSSF സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുമയുള്ള കേരളം എന്ന ശീർഷകത്തിൽ ഫെബ്രുവരി 2-ാം വാരം മുതൽ സംസ്ഥാന വ്യാപകമായി പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കാൻ വേണ്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ച വിവരം കൂടെ ഈ സമയത്ത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ റിപ്പബ്ലിക്കിൻ്റെ സായാഹ്നത്തിൽ ഇത്തരത്തിലുള്ള സൗഹൃദ അന്തരീക്ഷം തകർക്കുന്ന വിദ്വേഷ പ്രഭാഷണങ്ങൾക്കും അതുപോലെ തന്നെ ധ്രുവീകരണ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന ആശയധാരകൾക്കും നിലപാടുകൾക്കുമെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയും നമ്മുടെ രാജ്യം കാത്തുസൂക്ഷിച്ചു പോരുന്ന സൗഹൃദ അന്തരീക്ഷം കൂടുതൽ ശക്തിപ്പെടുത്തി രാജ്യത്തിൻ്റെ പാരസ്പര്യവും സഹവർത്തിത്വവും ഊട്ടിയുറപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള സന്ദേശങ്ങൾ കൈമാറുന്ന മനുഷ്യജാലികയിലേക്ക് മുഴുവൻ ആളുകളെയും ഈ സമയത്ത് ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ തേടുകയാണ്. ഓരോ ജില്ലയിലെയും കേന്ദ്രങ്ങൾ കൃത്യമായിട്ട് റിലീസിനകത്തുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കും എന്ന് കരുതാം. ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കപ്പെടുന്നത്. SKSF ചെയ്യുന്നതല്ല, അത് അത്തരം പ്രസംഗങ്ങളും പിന്നെ സോഷ്യൽ മീഡിയ പ്രചരണങ്ങളൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് സുപ്രീം കോടതി ഒരു മാർഗരേഖ നൽകിയിട്ടുള്ളത്. അതിപ്പോൾ നമ്മുടെ സംസ്ഥാനത്തൊക്കെ DGPയുടെ സർക്കുലർ വന്നു എന്നല്ലാതെ മറ്റൊന്നും നടന്നിട്ടില്ല. കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ കൊടുത്തൊരു അഫിഡവിറ്റിൽ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ ജില്ലകളിലും ആ മാർഗരേഖയിൽ പറഞ്ഞനുസരിച്ചുള്ള നോഡൽ ഓഫീസർമാരെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നൊരു അഫിഡവിറ്റ് കൊടുത്തു. പക്ഷെ അതൊന്നും നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ഒറ്റപ്പെട്ട സംഭവങ്ങൾക്കെതിരെ നമ്മളെപ്പോലുള്ള ആളുകൾ നിയമ നടപടി സ്വീകരിക്കുന്നതിനേക്കാളപ്പുറം പൂർണ്ണമായി ഇത് ഇല്ലാതാക്കാൻ വേണ്ടി സർക്കാരാണ് അതിൻ്റെ നടപടി സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഈ വെള്ളാപ്പള്ളി പ്രസ്താവനയ്ക്കെതിരെ ഈ ഔദ്യോഗികമായിട്ട് യൂത്ത് കോൺഗ്രസ് അടക്കം പലരും പരാതി കൊടുത്തു, DGPക്ക് ഉൾപ്പെടെ. പക്ഷെ അതിലൊന്നും തുടർ നടപടി ഉണ്ടായിട്ടില്ല. സർക്കാരിൻ്റെ ഒരു ഒത്താശ കൂടിയാണ്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ സമ്മതത്തോടെയാണ് ഇവരൊക്കെ ഈ ഇത്തരം പ്രസ്താവനകളും മറ്റും നടത്തുന്നത്. അല്ല, സർക്കാരിൻ്റെ ഒത്താശ ഉണ്ടെന്ന് ബോധ്യമാണല്ലോ. അല്ലെങ്കിൽ ഈ നടപടി സ്വീകരിക്കേണ്ടതാണ്. ഇതിനു മുമ്പും പല പ്രസംഗങ്ങളും പരാമർശങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഇവിടെ ചാനലുകളിൽ ലൈവായിട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വരെ കൊണ്ടുപോയ സാഹചര്യമൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ. അപ്പം ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയണില്ല, പക്ഷേ പലപ്പോഴും ഇതിനെതിരെ മൗനം നടിക്കുന്നൊരു സമീപനം കാണുന്നുണ്ട്. അത് നമ്മുടെ നാടിനെ വലിയ ആപത്തിലേക്കാണ് നയിക്കുക. സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളിൽ നിന്ന് പോലും ചില സന്ദർഭങ്ങളിലൊക്കെ അതിനെ അരികുവൽക്കരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ കൂടെ നിൽക്കുന്ന ചില ഇടപെടലുകളും സ്റ്റേറ്റ്മെൻറ്റുകളും കാണുന്നുണ്ട്. അപ്പോൾ അത് തീർത്തും ഗുണകരമല്ലാത്ത ഒരു നിലപാടാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ
പൈതൃകം അത് തകർക്കപ്പെടും എന്ന് ഞങ്ങൾ ആശങ്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സന്ദർഭത്തിൽ ഇങ്ങനൊരു ക്യാമ്പയിനുമായിട്ട് സംഘടന മുന്നോട്ട് വരുന്നത്.